ഈ യാത്ര തൃശ്ശൂരിലേക്കാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയെ തീരുമാനിക്കാം എന്നായിരുന്നു. ഈ തവണ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. എൻ്റെ മോൻ്റെ കേരളത്തിലെ ഫസ്റ്റത്തെ ബസ് യാത്രയാണ് കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് അവൻ്റെ മുഖത്ത്. ഞങ്ങൾ ഡ്രൈവറുടെ തൊട്ട് പുറകിലെ സീറ്റിലായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വലിയ സ്റ്റിയറിങ്ങും ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായി. അത് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ യാത്രയിലെ കുറേ കാര്യങ്ങളൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ബസ്സിൽ കയറുന്ന എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലെത്തി നേരെ ഞങ്ങൾ റിക്ഷ പിടിച്ച് പോകുന്നത് മിലാൻഡിക് ബൈ മിലൻ പോൾ എന്ന് പറയുന്ന ബൂട്ടിക്കിലേക്കാണ്. തൃശ്ശൂരിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അന്ന് പോകുന്ന വഴി ഞങ്ങളൊരു റീല് കണ്ടു. അവിടെ ഒരു ഓഫർ സെയിൽ അന്നത്തെ ദിവസം വരെ നടക്കുന്നുണ്ടെന്ന്. എന്നാൽ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് അവിടുത്തെ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 3-4 മെറ്റീരിയലൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും സൽവാർ സെറ്റ് അതുപോലെ തന്നെ റെഡിമെയ്ഡ് കുർത്തയൊക്കെയാണ് കേട്ടോ. ഞാനങ്ങനെ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്യൽ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മിലാൻഡിക്കിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് സാഫ്രോൺ സ്പൈസസിലേക്കാണ്. അവിടെ ബിരിയാണി കഴിക്കാനായിരുന്നു ഉദ്ദേശം. ഫുഡ് കഴിക്കുന്നൊരു സമയമായിരുന്നു. കൂടുതൽ ഓപ്ഷൻസ് ഒന്നും നോക്കിയില്ല, കാരണം അവിടെ നിന്ന് നമുക്ക് പിന്നെയും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ കല്യാൺ സിൽക്സിലേക്ക് വെച്ച് പിടിച്ചു. അവനെ കല്യാൺ സിൽക്സിലും അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സാരി കുർത്തിയൊക്കെ ഷോപ്പിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു.